ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലത്തെ എപ്പിസോഡിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചിരിച്ച് മതിമറന്നത് ഒരുപക്ഷെ അക്ബർ ഖാൻ്റെ പാരഡി ഗാനം കേട്ടിട്ടാകും അല്ലേ. കാരണം അത്രമേൽ മനോഹരമായിരിക്കുന്നു ഓരോ വരികളും ആലാപനവും. പൊതുവെ അക്ബർ ഖാൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ ഒരു മാധുര്യമുള്ളതാണ്, അതിനൊത്ത ശബ്ദവും. എന്നാൽ മൂന്നാം വീക്കെൻഡ് എപ്പിസോഡിലെ ആദ്യ ദിവസം ഒരുപക്ഷെ ലാലേട്ടൻ നിർത്തിപ്പൊരിച്ചതും കൺഫെഷൻ റൂമിൽ പോയി ഉമ്മയോട് സംസാരിച്ച് ദേഷ്യം കുറയ്ക്കണം മോനെ എന്ന് പറയുമ്പോൾ സങ്കടം കൊണ്ട് പൊട്ടിക്കരഞ്ഞ് താൻ പോകുന്ന വഴി ശരിയായ വഴിയിൽ നിന്ന് തിരിച്ചറിവുണ്ടായതും ഇതേ അക്ബർ ഖാന് തന്നെയാണ്. കാരണം ലാലേട്ടൻ അത്രത്തോളം അക്ബർ ഖാനെ അന്ന് പറഞ്ഞിരുന്നു. അക്ബർ ഉപയോഗിക്കുന്ന പല പദങ്ങളും ഭാഷ അത്രത്തോളം മോശമാണെന്ന് തിരിച്ചറിയാനായിട്ട് അക്ബർ ഖാനെ സഹായിച്ചത് തൻ്റെ ഉമ്മ കൊടുത്ത ആ ഒരു മനോഹരമായതും കടുപ്പം നിറഞ്ഞതുമായ ശിക്ഷ തന്നെയാണ്. ആദ്യം തന്നെ ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അക്ബർ ഖാന് കിട്ടിയെങ്കിലും ഇന്നലെ അക്ബറും തൻ്റെ പാരഡി ഗാനവും എപ്പിസോഡ് തൂക്കിയെന്ന് പറയാതിരിക്കാനാവില്ല. അത്രത്തോളം മനോഹരമായിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച നടന്ന കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് അക്ബർ ഖാൻ ഈ ഒരു പാരഡി ഗാനം എഴുതിയിരിക്കുന്നത്. ഇതിനൊത്ത് നമ്മുടെ നെവിൻ ചുവട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആര്യനെ കുറിച്ചാണ് അക്ബർ ഖാൻ പറയുന്നത്. ആര്യൻ ക്യാപ്റ്റൻ ആയതും ടാസ്ക് വരുന്ന സമയത്ത് മുട്ടുവിറയ്ക്കുന്നതും ഓവർ സ്മാർട്ടാണ് ഓവറാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അടുത്ത പാരഡി ഗാനമായിട്ട് അക്ബർ പാടിയിരിക്കുന്നത് നമ്മുടെ ഹൈജീനിൻ്റെ കാര്യത്തിൽ ബിന്നിയെക്കുറിച്ചാണ്. ബിന്നി ഹൈജീൻ ആവുന്ന സമയത്ത് വല്ലാത്ത ജാതിയിലെ ഹൈജീനിൻ്റെ കാര്യത്തിൽ പിന്നെ കുത്തിത്തിരിപ്പാണ് എന്നുള്ളതും പറയുന്നുണ്ട്. ബിന്നിയെക്കുറിച്ച് കുത്തിത്തിരിപ്പുകാരി എന്നുള്ളതാണ് അക്ബർ അഭിസംബോധന ചെയ്യുന്നത്. ശേഷം ശാരികയെക്കുറിച്ചാണ്. ഓന്തിനെ പോലും വെല്ലും, ഓന്തിനേക്കാളും നിറം മാറുന്ന ഒരു വ്യക്തിയാണ് ശാരിക, വിഷപ്പാമ്പ് പോലും തോറ്റുപോകും എന്നുള്ളതൊക്കെ പാടി ഫലിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്രത്തോളം ആസ്വദിക്കുന്നുണ്ട് ഓരോരുത്തരും. ആർക്കും ഇത് കേൾക്കുമ്പോൾ ദേഷ്യമോ ഇറിറ്റേഷനോ ഒന്നും തന്നെ തോന്നുന്നില്ല. എല്ലാവരും അത് ആസ്വദിച്ച് ചിരിച്ച് മതിമറന്ന് അതിൽ ലയിച്ചിരിക്കുകയാണ്. അതിനുശേഷം ജിസേലും ഒനിയൽ ആ ഒരു ജയിലിലേക്ക് പോകുന്ന സമയത്ത് ജിസേലാണ് തൻ്റെ കൂടെ ജയിലിൽ എന്നറിയുന്ന സമയത്തുള്ള ഒനിയലിൻ്റെ ആ ഒരു സന്തോഷം അത് അത്രത്തോളം മനോഹരമായി തന്നെ അക്ബർ പാടി ഫലിപ്പിച്ചിട്ടുണ്ട്. ശേഷം അനുമോളുടെ അടുക്കള പറഞ്ഞു. അപ്പാനി അവിടെ വെറുതെ ആയിരുന്നില്ല. അനീഷ്, ഷാനവാസ് ഒനിയൽ തുടങ്ങിയവരൊക്കെ മിണ്ടാതിരിക്കുവല്ലായിരുന്നു എന്നുള്ളതൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും വ്യത്യസ്തത നിറഞ്ഞ എന്നാൽ ഏറ്റവും കൗതുകമുണർത്തിയ ഒരു ഗാനമാണ് നമ്മുടെ രേണു സുധിയുടെ പെയിൻ പാട്ട്. പെയിനിനെ കുറിച്ചുള്ള പാട്ട് പോലും ആ ഒരു സംഭവത്തെ ആസ്പദമാക്കിയും അക്ബർ ഈ ഒരു പാരഡി ഗാനം പാടുന്നുണ്ട്. എന്തായാലും ആ സമയത്തൊക്കെ രേണു ഉൾപ്പെടെയുള്ള എല്ലാവരും ചിരിച്ച് മതിമറിഞ്ഞ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രേണു തൻ്റെ തലയിൽ ആ ഒരു പെയിനിനെ കുറിച്ച് കേൾക്കുമ്പോഴും രേണുവിന് ഭാവവ്യത്യാസം ഒന്നും തന്നെ ഉണ്ടായതല്ല. രേണു ചിരിച്ച് മതിമറന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഇനിയിപ്പോൾ അക്ബർ ഖാൻ തൻ്റെ തലയിലെ പെയിനിനെ വെച്ചുകൊണ്ട് പാരഡി ഗാനം പാടിയെന്നോ ഗാനം ആലപിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കംപ്ലൈൻറ്റുമായി രേണു സുധി ബിഗ് ബോസിനോട് പറയുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അതെന്തായാലും നമുക്കതിൽ കാത്തിരുന്ന് കാണാം. അക്ബർ എന്നുള്ള ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അക്ബർ ഉപയോഗിക്കുന്ന ഭാഷയായിക്കോട്ടെ, ഓരോ പദങ്ങളായിക്കോട്ടെ, തൻ്റെ ആ ഒരു അഗ്രസീവ്നെസ്, ദേഷ്യം, ഇതൊക്കെ ഒന്ന് കുറച്ചാൽ നല്ലൊരു ഗെയിമറാണ്, അത്യാവശ്യം നല്ല രീതിയിൽ നിലപാടുകൾ പറയുന്നൊരു വ്യക്തിയാണ്, നല്ലൊരു എൻ്റർടൈനറാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 അത്രയ്ക്കങ്ങോട്ട് പ്രേക്ഷകർക്ക് എൻ്റർടൈൻമെൻറ്റ് തരുന്ന കണ്ടസ്റ്റൻസ് ആരും തന്നെ ഇല്ല. ഉള്ളത് നമ്മുടെ അക്ബർ ഖാനും നെവിനുമാണ്. പ്രത്യേകിച്ച് അക്ബർ ഖാൻ ഒരു സിംഗർ ആയതുകൊണ്ട് ഈ ഒരു പാരഡി ഗാനമായിക്കോട്ടെ അക്ബർ ഖാൻ നല്ല രീതിയിൽ തന്നെ അത് പാടി പ്രേക്ഷകരിൽ ഒരു കൗതുകം ഉണർത്തി പ്രേക്ഷകരെ അത്രത്തോളം എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു. നെവിനും അതുപോലെ തന്നെ അക്ബറിൻ്റെ പാട്ടിനൊത്ത് സ്റ്റെപ്പ് വയ്ക്കുന്ന ആ ഒരു സ്റ്റെപ്പൊക്കെ ആ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെ അത്രത്തോളം സന്തോഷിപ്പിച്ചു, അത്രത്തോളം എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു. എന്തായാലും അക്ബർ എന്നുള്ള കണ്ടസ്റ്റൻറ്റ് തൻ്റെ ആ ഒരു ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ടോപ്പ് 5 വരാനും ഒരുപക്ഷെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ടൈറ്റിൽ വിന്നർ ആവാൻ പോലും കേപ്പബിലിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് അക്ബർ. എന്തായാലും അക്ബറിൻ്റെ ഉമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ ഉപദേശിച്ച് കൊടുത്തിട്ടുണ്ട്, ദേഷ്യം കുറയ്ക്കണം എന്നുള്ളത്. എന്തായിരിക്കാം ഇനിയുള്ള അക്ബർ ഖാൻ്റെ സ്ട്രാറ്റജി എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി നമ്മൾ കൂടി ചേരുന്നതായിരിക്കും.